അതായത് ഒരാളുടെ ഒറ്റയാൾ പോരാട്ടമാണ്, ഉം. ശരിയാണ്. പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പം അത് മറ്റുള്ളവരുടെ ആയി മാറും. ഞാൻ കേട്ടൊരു കഥ, ഉം. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സാന്ദ്ര പറഞ്ഞു ഒറ്റയാൻ കാട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാനല്ലേ? ഞാൻ പറഞ്ഞ എല്ലാ പാമ്പും ചേരയല്ല ആ. എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം പല നിർമ്മാതാക്കളെയും അതായത് 316 പേരാണ് ഇന്ന് അസോസിയേഷനിലുള്ളത്. ഉം. ആ സമയം ഒരു 9-10 വർഷം മുമ്പ് ഇവിടെ 610 ആൾക്കാരുണ്ടായിരുന്നു. ഉം. തിരിച്ച് ചോദ്യം ചോദിക്കുന്ന എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട്. മിണ്ടാതിരുന്നോണം. അതാണ് അവിടുത്തെ രീതി. അതായത് രാജവാഴ്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ശബ്ദം ഉയർത്തിയാലും അവരെ പുറത്താക്കുക എന്നൊരു രീതിയാണ്. ഇപ്പൊ പോലും ഈ അടുത്ത ഒരാള് അന്ന് വിനയൻ സാറിന്റെ കൂടെ നിന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരുപാട് പേര് പുറത്തായി പോയിട്ടുണ്ട്. ഒരു സമയത്ത് അസോസിയേഷൻ വളരെ ശക്തമായി വിനയൻ സാർ മത്സരിക്കാൻ വന്നിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന എല്ലാവരെയും പുറത്താക്കി. അപ്പം അതിൽ ഒരാൾ മാത്രമാണ് തിരിച്ച് ഫൈറ്റ് ചെയ്ത്, അതായത് എന്റെ അവകാശമാണ് ഇത് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് തിരിച്ചു കയറിയത്. അതിന് 8 വർഷം എടുത്തു തിരിച്ചിപ്പോ വോട്ടിംഗ് റൈറ്റ്സ് പുള്ളിക്ക് ആയതേ ഉള്ളൂ. ആളുടെ പേരെന്താണ്? സുധീർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു രീതി. ഈ രാജാക്കന്മാര് പറയും അവർക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അവരെ പുറത്താക്കുക എന്നൊരു രീതി. രാജകീയ കാലഘട്ടം കഴിഞ്ഞില്ല, 2025. അവരത് അറിഞ്ഞിട്ടില്ല. അവർക്ക് ആരെങ്കിലും ഒന്ന് അവരെ അറിയിച്ചു കൊടുക്കണം ആ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളത്. അവരും അറിഞ്ഞിട്ടില്ല ആ സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എതിർത്ത് പറയുന്നവരെ തീർത്ത് കളഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് മുഖത്ത് നോക്കി തന്നെ എന്നല്ല പറഞ്ഞത്, എല്ലാ പാമ്പും ചേരയല്ല എന്ന് അവർ മനസ്സിലാക്കണമല്ലോ. എല്ലാവരും മിണ്ടാതിരിക്കുമെന്ന് അവർ വിചാരിക്കരുത്. എല്ലാവരും മിണ്ടാതെ പോകും. കാര്യം പല നിർമ്മാതാക്കളും കേസിന് കൊണ്ട് മുന്നോട്ട് പോകാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടാ.